വെൽക്കം ടു കോർ ക്ലാസ്സസ്. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ 4th ക്ലാസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കുറച്ച് വാല്യൂസ് ഏതാ, സൈൻ, കോസ്, ടാൻ അല്ലേ, ഇതിന്റെയൊക്കെ കുറച്ച് വാല്യൂസ് ഏതൊക്കെ, 5/6. 5/6 മീൻസ് 30 ഡിഗ്രി, 30 ഡിഗ്രി, 45, 5/4, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90, 180, 270, 360. ഇത്രയും വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ഈ സ്ലൈഡ് ഇടുക, പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക, നിങ്ങളുടെ ബുക്കിലേക്ക് നോട്ട് ഡൗൺ ചെയ്യുക കേട്ടോ. ഓക്കെ, സൈൻസ് 0 നമ്മൾ കുറച്ച് വാല്യൂസ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലേ. 0, 90, 180, 270, 360 അല്ലേ. 0 മുതൽ ഇപ്പുറത്തേക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. 5/6 മീൻസ് എത്രയാ, 5/6, 5 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, 180/6 മീൻസ് 30 ഡിഗ്രി. ഓക്കെ, ഇനി 30 ഡിഗ്രി എന്ന് പറയൂല, 5/6 എന്നേ പറയുള്ളൂ. 45 ഡിഗ്രി എന്ന് പറയൂല, 5/4 എന്നേ പറയുള്ളൂ അല്ലെ. 180/4 45 ഡിഗ്രി. ഓക്കെ, 180/3 60 ഡിഗ്രി, 180/2 90 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി. 3π/2 എന്ന് പറഞ്ഞാൽ 180 × 3/2 270 ഡിഗ്രി. 2π എന്ന് പറഞ്ഞാൽ എന്ത് വരും, 360 ഡിഗ്രി, അല്ലെങ്കിൽ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി തന്നെ. ഓക്കെ, അപ്പം വാല്യൂസ് നോക്കുക. സൈൻ π/6, സൈൻ 30, സൈൻ 30 ഡിഗ്രി അല്ലെ, സൈൻ π/6ന്റെ വാല്യൂ എത്രയാണ്, 1/2. സൈൻ 45 ഡിഗ്രി എന്ത് വരും, 1/√2. ഓക്കെ, കോസ് 45 ഡിഗ്രി എന്ത് വരും, 1/√2. അപ്പൊ സൈൻ 45ഉം കോസ് 45ന്റെ വാല്യൂ എന്താണ്, ഈക്വൽ ആണ്. സൈൻ π/4ന്റെ കോസ് π/4ന്റെ വാല്യൂ ഈക്വൽ ആണ്, 1/√2 വരും. ഓക്കെ, 60 ഡിഗ്രി, 60 ഡിഗ്രി, π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. സൈൻ 60 എത്ര വരും, √3/2, കോസ് 60 1/2. ഓക്കെ, 90 ഡിഗ്രി 10. ഓക്കെ, അപ്പൊ എന്ത് കണ്ടു, സൈൻ 60 അല്ലെ, സൈൻ 60 എന്ന് പറയുന്നത് എന്താണ്, √3/2 ആണ്. അല്ലെ, സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അത് ഈസ് ഈക്വൽ ടു ആണ് കോസ് 30. ഓക്കെ, അപ്പൊ കോസ് 30യും സൈൻ 60 ഈക്വൽ ആണ്. അതേപോലെ തന്നെ സൈൻ 30യും കോസ് 60 ഈക്വൽ ആണ്. 45 എന്താണ്, സെയിം ആണ്. അപ്പൊ 0യും സൈൻ 0യും കോസ് 90 എന്താണ്, ഈക്വൽ ആണ്, 0 ആണ് അല്ലെ. അതേപോലെ തന്നെ കോസ് 0യും സൈൻ 90 ഈക്വൽ ആണ്, 1 ആണ്. ഓക്കെ, ടാന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്, ടാനും സൈനും കോസും ടാനും തമ്മിലുള്ള റിലേഷൻ എന്താണ്, സൈൻ കോസ് ആൻഡ് ടാൻ തമ്മിലുള്ള റിലേഷൻ എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് എന്ത്, ടാൻ തീറ്റ വരുന്നത് അല്ലെ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. ഇവിടെ നോക്കിയേ, സൈൻ 0 0, സൈൻ കോസ് 0 എന്താണ്, 1. അപ്പൊ ടാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ 0 ബൈ കോസ് 0, 0/1 0. ഓക്കെ, സിമിലർലി π/6, സൈൻ π/6 1/2, കോസ് π/6 √3/2. അപ്പൊ ടാൻ π/6ന്റെ വാല്യൂ എന്ത് വരും, 1/2 ഡിവൈഡ് ബൈ √3/2 എന്ന് പറഞ്ഞാൽ എന്താ, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 × 2/√3, 2 വെട്ടിപ്പോയാല് ബാക്കി 1/√3. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, സൈൻ ബൈ കോസ്. സിമിലർലി ടാൻ 45, ടാൻ π/4, സൈൻ π/4 ബൈ കോസ് π/4 ബോത്ത് ആർ സെയിം. സോ 1/√2 എന്ത് ചെയ്യുന്നു, വെട്ടിപ്പോയ ബാക്കി എന്ത് വരും, 1 വരും അല്ലെ. 1/√2 ഡിവൈഡ് ബൈ 1/√2 മീൻസ് 1. ടാൻ 45 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സിമിലർലി സൈൻ π/3 √3/2, കോസ് π/3 1/2. സോ ടാൻ π/3 മീൻസ് 1√3/2 ഡിവൈഡ് ബൈ 1/2 ഈസ് √3. ഓക്കെ, π/2 സൈൻ 90 അല്ലെങ്കിൽ സൈൻ π/2ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. കോസ് π/2, കോസ് 90ന്റെ വാല്യൂ 0. അപ്പൊ ടാൻ 90യുടെ വാല്യൂ എന്താ ശ്രദ്ധിക്കേണ്ടത്, സൈൻ ബൈ കോസ് അല്ലെ. അപ്പൊ 1/0 വന്നു, ഡിവൈഡ് ബൈ 0. സോ നോട്ട് ഡിഫൈൻഡ് അല്ലെ. ഡിവൈഡ് ബൈ 0 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, സിമിലർലി പൈ, സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0 വരും. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 വരും. 0/-1 0. ഓക്കെ, 3π/2 ആണെങ്കിലോ -1/0 നോട്ട് ഡിഫൈൻഡ്. സിമിലർലി 2π ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. സോ ഈ വാല്യൂ നിങ്ങൾ പഠിക്കുക കേട്ടോ. സൈൻ്റെ കോസിന്റെ മെയിൻ ആയിട്ട് π/6, π/4, π/3. ഓക്കെ, എന്ത് മനസ്സിലായി, ഇത് തമ്മിൽ അല്ലെ, ഇത് ഇവിടെ നോക്കുക ഈക്വൽ ആണ്, ഇത് ഈക്വൽ ആണ്.
ഓക്കെ, ഇത് 1/√2, ഇത് 1/√2 നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ ഓക്കെ, ഇത് എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഓക്കെ, ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ സൈൻ. ഓക്കെ, ഇത് 0, ഇതെന്താണ് π/2, ഇത് പൈ, ഇത് എത്രയാണ് 3π/2, 0 അല്ലെങ്കിൽ 2π. ഓക്കെ, ഡിഗ്രി പറയുകയാണെങ്കിൽ 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ, അതെ ഇതുവരെ പഠിച്ചു, നേരത്തെ കണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെ. സൈൻ തീറ്റ അല്ലെ, സൈൻ തീറ്റയുടെ വാല്യൂ. ഓക്കെ, തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ ഇത് അവിടെ എത്രയാ, സൈൻ 0 0. അപ്പൊ ഞാൻ ഇവിടെ സൈനിന്റെ ആംഗിൾ വാല്യൂ എഴുതാണ്, നമുക്ക് വേറെ ഒരു കളറിൽ എഴുതാം. ഓക്കെ, ഇപ്പോ ബ്ലൂവിൽ എഴുതാം സൈനിന്റെ വാല്യൂ. ഓക്കെ, സൈൻ 0 എന്താ വാല്യൂ, 0 വന്നു. സൈൻ 90 അല്ലെങ്കിൽ സൈൻ π/2 എന്ത് വാല്യൂ വന്നു, 1 അല്ലേ. സൈൻ പൈ, സൈൻ 180 ഡിഗ്രി എന്ത് വന്നു, 0 വന്നു. സൈൻ 270 ഡിഗ്രി, ഓക്കെ, സൈൻ 270 ഡിഗ്രി എന്ത് വന്നു, -1 വന്നു. സൈൻ 360 അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വീണ്ടും 0 വന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ 0 ആണ്, ഇവിടെ 0യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വന്ന് 1ലേക്ക് എത്തി, 1 കുറഞ്ഞു കുറഞ്ഞു വന്ന് 0യിലേക്ക് എത്തി. സൈൻ്റെ വാല്യൂ ആണ്, സൈൻ തീറ്റയുടെ വാല്യൂ ആണ്, സൈൻ തീറ്റയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ, -1 to 1 അല്ലെ, -1 മുതൽ 1 വരെയാണ്. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ എന്താ, ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്, അതായത് നമ്പർ ലൈനിലുള്ള നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പർ ലൈൻ നമ്മൾ വരച്ചു, ഇത് -1, ഇത് 1, ഇത് 0 അല്ലെ. ഇതിലുള്ള എല്ലാ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ, -1 മുതൽ 1 വരെയുള്ള എല്ലാ വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. എവിടെ ഏതാ, -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ ചെയ്തു. അതേ സ്ഥലത്ത് -1ഉം 1ഉം ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, ബ്രാക്കറ്റ് ഇങ്ങനത്തെ ബ്രാക്കറ്റ് കൊടുക്കും. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ. ഇങ്ങനെ എഴുതുവാണെങ്കിൽ -1 to 1 അല്ലെ, -1 മുതൽ 1 വരെയുള്ള എല്ലാ വാല്യൂ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് എന്താണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, ഇവിടെ നോക്കുമ്പോ 0 മുതൽ 90 വരെ എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു. 1 നിന്ന് 0യിലേക്ക് വീണ്ടും ഡിക്രീസ് ചെയ്തു അല്ലെ. പിന്നെ 0യിൽ നിന്ന് -1ലേക്ക് വീണ്ടും ഡിക്രീസ് ചെയ്തു, -1 നിന്ന് 0യിലേക്ക് ഇൻക്രീസ് ചെയ്തു അല്ലെ. അപ്പൊ വാല്യൂ നിങ്ങൾക്ക് എന്ത് ഐഡിയ അവിടെ കിട്ടിയേ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നെന്താ, ഒന്ന് നമ്മൾ ക്വാഡ്രന്റ് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ തീറ്റയുടെ വാല്യൂ എന്താണ്, നമ്മൾ ക്വാഡ്രന്റ് എഴുതി 1 2 3 4 4 ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സൈൻ തീറ്റയുടെ വാല്യൂ എടുത്തു. സൈൻ തീറ്റയുടെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ത് സംഭവിച്ചു, ഫസ്റ്റ് ക്വാഡ്രന്റിൽ 0 മുതൽ 1 വരെയാണ് സൈൻ തീറ്റയുടെ വാല്യൂ അല്ലെ. നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എന്താണ്, സൈൻ 0 കൊടുക്കുമ്പോൾ 0, സൈൻ 45 എന്ന് പറയുമ്പോൾ എന്താണ് 1/√2, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ. നമ്മളിപ്പോ പഠിച്ച സാധനം 30 ഡിഗ്രി, സൈൻ 30 ആണെങ്കിൽ സൈൻ 30യുടെ വാല്യൂ എന്താണ് 1/2 അല്ലെ. സൈൻ 45 ഡിഗ്രി ആണ്, 45 ഡിഗ്രി എന്താണ് √3/2. ഓക്കെ, സൈൻ 1/√2, സൈൻ 45 ആണ് 1/√2. സൈൻ 60 ആണെങ്കിൽ എന്ത് വരും, √3/2 വരും അല്ലെ. ഇങ്ങനെ കൂടി 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 വന്ന് സൈൻ 90 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിച്ചു, സൈൻ 90 ഡിഗ്രി വരുമ്പോൾ 1 വന്നു അല്ലെ. 0 മുതൽ 1 വരെ ഏത് ആംഗിൾ കൊടുത്താലും 0 to 1 ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റില് സൈന്റെ വാല്യൂ എന്ത് സംഭവിച്ചു, സൈന്റെ വാല്യൂ 0 to 1 അല്ലേ, അപ്പൊ പോസിറ്റീവ് അല്ലേ. ക്ലിയർ, 0 മുതൽ 1 വരെയാണ്, അപ്പൊ പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈന്റെ വാല്യൂ എന്ത് സംഭവിച്ചു, 1 പിന്നെ കുറയാണ് അല്ലെ. സൈൻ 90 എന്ന് പറയുമ്പോൾ അല്ല π/2 എന്ന് പറയുമ്പോൾ 1 വന്നു. പിന്നെ വാല്യൂ സൈൻ 100 120 130 140 എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂന്റെ വാല്യൂ കുറഞ്ഞു വരും. എങ്ങോട്ട്, സൈൻ 180 അല്ലെങ്കിൽ സൈൻ പൈ എന്ന് പറയുമ്പോൾ 0യിലേക്ക് കുറഞ്ഞു വരും. പക്ഷെ സ്റ്റിൽ ഇതെന്താണ് 1 to 0 ആണ് അല്ലെ. 0 മുതൽ
1 വരെയാണ് അല്ലെ, 0 മുതൽ 1 അല്ലെങ്കിൽ 1 to 0 ആണ് അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന്റെ വാല്യൂ എന്തായിരിക്കും, സൈന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്കും സൈന്റെ വാല്യൂ നോക്കിയേ, 0 ആയിരുന്നു പൈല്, സൈൻ പൈ 0, സൈൻ 3π/2 അല്ലെങ്കിൽ 270 ഡിഗ്രിയിൽ സൈന്റെ വാല്യൂ -1 ആണ് അല്ലെ. ഇവിടെ എന്ത് സംഭവിച്ചു, 0 to -1 വരെ വാല്യൂ പിന്നെ കുറഞ്ഞു വരുവാണ്. ഓക്കെ, സോ എന്താണ് 0 to -1 എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നെഗറ്റീവ് ആണ് അല്ലെ. ഇത് നമ്മുടെ 0 ഡിഗ്രി. ഓക്കെ, ഇത് നമ്മുടെ 0 ആണ്, ഇതൊന്ന് -1 അല്ലെ. നമ്മൾ നമ്പർ ലൈനിൽ നോക്കുവാണെങ്കിൽ 0 to -1 എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റ് വരുവാണെങ്കിലോ, ഫോർത്ത് ക്വാഡ്രന്റിൽ -1 ഏറ്റവും ലീസ്റ്റ് മിനിമം വാല്യൂ എത്തി, അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, പിന്നെ കൂടാൻ തുടങ്ങുക. ഓക്കെ, -1 എങ്ങോട്ട് കൂടി, 0 വരെ കൂടി അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു, വാല്യൂ -1 to 0 അതും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, ഓരോ ക്വാഡ്രന്റിലും സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് മനസ്സിലായി, ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും സൈൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കോസ് തീറ്റ എടുക്കുകയാണ്. കോസ് തീറ്റയ്ക്ക് നമുക്ക് വേറെ കളർ കൊടുക്കാം. ഓക്കെ, കോസ് തീറ്റ, കോസ് 0 എത്രയാ, കോസ് 0യുടെ വാല്യൂ 1 അല്ലെ, കോസ് 0 1, കോസ് 90 അല്ലെ കോസ് π/2 0, കോസ് 180 -1, കോസ് 270 0, കോസ് 360 അല്ലെ 2π 1. ഓക്കെ, നോക്കുമ്പോൾ ഇവിടെ കോസ് തീറ്റ ആയിരുന്നു, കോസ് തീറ്റ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താ 1 to 0 അല്ല 1 to 0 ഇങ്ങനെ കുറയാണ്, 1 നിന്ന് 0യിലേക്ക് കുറഞ്ഞു. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ, കോസ് 0 1 ആണ്, കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ 1 to 0 കുറഞ്ഞു വരുവാണ്. അപ്പൊ എന്താണ്, സ്റ്റിൽ പോസിറ്റീവ് അല്ലേ, 1 to 0 ആണ്, സ്റ്റിൽ പോസിറ്റീവ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിലോ 1 to -1 അല്ല സോറി 0 to -1ലേക്ക് വീണ്ടും കുറയാണ്, 0യിൽ നിന്ന് -1ലേക്ക് കുറയാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ, 0 to -1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റോ -1 to 0 വരുവാണ്, -1 നിന്ന് പിന്നെ ഇങ്ങോട്ട് 0യിലേക്ക് വന്നു, അവിടെ എന്താണ്, നെഗറ്റീവ് ആണ്. സോ തേർഡ് ക്വാഡ്രന്റിലും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലോ, ഫോർത്ത് ക്വാഡ്രന്റില് -0 to 1 അല്ലെ, ഇതല്ലേ 0 to 1, 0യിൽ നിന്ന് 1ലേക്ക് കൂടുകയാണ്. ഓക്കെ, 0 to 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ്. ക്ലിയർ. അപ്പൊ എന്ത് കിട്ടി, ഫസ്റ്റ് ക്വാഡ്രന്റില് 1ൽ നിന്ന് 0യിലേക്ക് പോയി, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് 1 to 0 പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റ് 0 to -1 നെഗറ്റീവ്, തേർഡ് ക്വാഡ്രന്റ് -1 to 0 നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റ് 0 to 1 പോസിറ്റീവ്. ഇപ്പൊ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഓരോ ക്വാഡ്രന്റിലെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്, സൈൻ ഇത് പൈ ആണ് അല്ലെങ്കിൽ 180 ഡിഗ്രി ആണ്, നമ്മൾ ഡിഗ്രി പറയുകയാണെങ്കിൽ ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി അല്ലേ. സൈൻ കോസ് 200, കോസ് ഓഫ് 200 ഡിഗ്രി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നോക്കൂ ഏത് ക്വാഡ്രന്റാ, തേർഡ് ക്വാഡ്രന്റ് അല്ലേ. 200 എന്ന് പറയുമ്പോൾ എവിടെ വരും, തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ സൈൻ കോസ് 200 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ സപ്പോസ് സൈൻ 200ന്റെ വാല്യൂ അതേപോലെ എന്തായിരിക്കും, ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഏത് ക്വാഡ്രന്റ് ആണോ നോക്കുക, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ. 200 എന്ന് പറഞ്ഞാൽ 180 + 20 അല്ലേ, അപ്പൊ 180 കഴിഞ്ഞ് 20 ഡിഗ്രി ഏത് ക്വാഡ്രന്റ് വരും, തേർഡ് ക്വാഡ്രന്റ് വരും. അപ്പൊ സൈൻ 200 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, സൈൻ 200 തേർഡ് ക്വാഡ്രന്റിൽ വന്നു, തേർഡ് ക്വാഡ്രന്റില് സൈൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ എന്ത് കിട്ടി, വാല്യൂ നെഗറ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ, അതേപോലെ ഏത് ആംഗിൾ കിട്ടിയാലും ഇപ്പൊ 360ക്ക് മുകളിലുള്ള സപ്പോസ് 400 ഡിഗ്രി ചോദിച്ചു, 400 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, 360 + 40. ഓക്കെ, 360 എന്ന് പറയുമ്പോഴത്തേക്കും 0യിലേക്ക് എത്തി, +40 എന്ന് പറഞ്ഞാല് 400 എന്ന് പറഞ്ഞാൽ എന്താണ്, 40 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. ഓക്കെ, 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് വരും, ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റയ്ക്ക് നമുക്ക് വേറെ ഒരു കളർ എടുക്കാം. ഓക്കെ,
ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലെ സൈനും കോസും പോസിറ്റീവ്. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, രണ്ട് പോസിറ്റീവ് നമ്പറിന്റെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് നമ്പർ ആയിരിക്കും കിട്ടുക? പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, സോ സൈൻ 0 ടു സൈൻ 90 എപ്പോഴും ടാൻ 0 ടു ടാൻ 90 എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് π/2 ടു π അല്ലെ? ഈ ക്വാഡ്രന്റിലെ സൈന്റെ വാല്യൂ പോസിറ്റീവും കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റില് ടാൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ്. സിമിലർലി തേർഡ് ക്വാഡ്രന്റ് നോക്കിയേ, സൈനും നെഗറ്റീവ്, സൈനും നെഗറ്റീവ്, കോസും നെഗറ്റീവ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് അല്ലെങ്കിൽ -2 ബൈ -2 എന്ത് കിട്ടി? പ്ലസ് അല്ലേ? അപ്പൊ -2 ബൈ -5 എന്ത് കിട്ടി? 2/5. നമുക്ക് പോസിറ്റീവ് നമ്പർ കിട്ടി അല്ലേ? അപ്പൊ നെഗറ്റീവ് ബൈ നെഗറ്റീവ് വന്നുകൊണ്ട് നമുക്ക് എന്താണ്? തേർഡ് ക്വാഡ്രന്റിലെ ടാന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റോ സൈൻ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് കിട്ടിയോ? ഓരോ ക്വാഡ്രന്റിലും സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയുടെ വാല്യൂ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ക്വാഡ്രന്റിൽ സൈൻ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ്, അടുത്ത രണ്ട് ക്വാഡ്രന്റിൽ സൈൻ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ്. കോസ് തീറ്റയുടെ എവിടെയൊക്കെയാ? കോസ് തീറ്റയുടെ 1ഉം 4ഉം അല്ലെ? 1ലും 4ലും ആണ് കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ്, 2ഉം 3ലും നെഗറ്റീവ്. ടാന്റെ വരുവാണെങ്കിലോ ടാന്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും പോസിറ്റീവ്, സെക്കൻഡും ഫോർത്തും നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നെണ്ണം കൂടെ ഉണ്ട്. ഏതൊക്കെയാ? കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, അപ്പൊ ടാൻ കോട്ട് അല്ലെ? 1/tan ആണ് കോട്ട്. അപ്പൊ ടാന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, 1/tan എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ടാൻ നെഗറ്റീവ് ആണെങ്കിൽ 1/കോട്ട് നെഗറ്റീവ് ആയിരിക്കും. ടാൻ അതെ, അപ്പൊ ഏത് ക്വാഡ്രന്റ് എടുത്താലും ടാൻ എങ്ങനെയാണോ അതേ പോസിറ്റീവ് നെഗറ്റീവ് ബിഹേവിയർ ആണ് കോട്ടിനും ഉണ്ടാവുക. കാരണം 1/tan അല്ലേ കോട്ട്. സിമിലർലി കോസും എങ്ങനെയാണോ അതേപോലെ തന്നെ എന്ത് വരും? കൊസീക്ക് വരും അല്ലെ? കൊസീക്ക് കൊസീക്ക് അല്ലടാ, സീക്ക് അല്ലേ? സീക്കും കോസും അല്ലെ? 1/cos എന്ന് പറയുന്നതാണ് സീക്ക്. അപ്പൊ സീക്കും കോസും എങ്ങനെയാണ്? ഒരേ ബിഹേവിയർ ആയിരിക്കും. കോസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേപോലെ ആയിരിക്കും സീക്കും ബിഹേവ് ചെയ്യുക അല്ലെ? 1/cos ആണ് സീക്ക് എന്ന് പറയുന്നത്. അപ്പൊ കോസ് പോസിറ്റീവ് ആണെങ്കിൽ സീക്കും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സിമിലർലി സൈനും എന്തുമായിരിക്കും? സൈനും കൊസീക്കും അല്ലെ? സൈൻ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. കൊസീക്കും സൈനും. ഓക്കെ, ക്ലിയർ? ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വേറെ കളറിൽ എഴുതാം. എ എസ് ടി സി. ഓക്കെ, ഓരോ ക്വാഡ്രന്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റ് എഴുതുന്നത് മാറി പോരുത്. എപ്പോഴും 0 to 90 ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. നമ്മൾ എന്ത് എഴുതുക? ആഡ് ഷുഗർ ടു കോഫി. ആഡ് ഷുഗർ ടു കോഫി. എല്ലാത്തിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതുക. ASTC. ഓക്കെ, ASTC എന്താ ഉദ്ദേശിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റില് ഓൾ പോസിറ്റീവ് അല്ലെ? ഇവിടെ എന്താ പോസിറ്റീവ് നോക്കിയ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു. അപ്പൊ സൈൻ കൊസീക്ക് ഒരേപോലെ അല്ലേ? സീക്ക് കോസ് കോട്ട് ടാന്. അപ്പൊ എല്ലാം പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. കണ്ടില്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റില് ഓൾ പോസിറ്റീവ്. ഇപ്പൊ ഏത് നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എടുത്താലും നമുക്ക് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അത് എല്ലാം എടുത്താലും എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് സൈൻ കൊസീക്ക്, സീക്ക് കോസ്, കോട്ട് ടാൻ എല്ലാം പോസിറ്റീവ് ആണ്. ഓൾ. എ. സെക്കൻഡ് ക്വാഡ്രന്റോ? സെക്കൻഡ് ക്വാഡ്രന്റില് സൈൻ അല്ലെ? സൈൻ പോസിറ്റീവ് ആണ്, ബാക്കി ഒന്നും പോസിറ്റീവ് അല്ല. അപ്പൊ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ട് കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സൈൻ പോസിറ്റീവ്, കൊസീക്ക് പോസിറ്റീവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സൈൻ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ എസ് എഴുതി സെക്കൻഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റിലോ? തേർഡ് ക്വാഡ്രന്റ് നോക്കുകയാണ്, ടാൻ ആണ് അവിടെ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ടാൻ പോസിറ്റീവ്, സോ കോട്ടും പോസിറ്റീവ് ആയിരിക്കും. കൊസീക്കും സീക്കും സൈനും കോസും അവിടെ നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലോ? കോസും
സിക്കും മാത്രമേ ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ആഡ് ഷുഗർ ടു കോഫി അല്ലേ, നമ്മൾ കോഫി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഷുഗർ ഇടുന്നു. ഓക്കെ, ആഡ് ഷുഗർ ടു കോഫി, ASTC, ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ASTC, ആഡ് ഷുഗർ ടു കോഫി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്. അപ്പോൾ ഓരോ ക്വാഡ്രന്റിലും ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഒരു എക്സാമ്പിൾ ചോദിക്കാം. 210 ഡിഗ്രി, അതിൽ ടാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 210 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആദ്യം ഏത് ക്വാഡ്രന്റിൽ വരും നോക്കുക. 210 എന്ന് പറഞ്ഞാൽ 180 + 30 അല്ലേ? ഓക്കെ, 180 + 30 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ് വരും. 180ക്കും 270ക്കും നടുവിലല്ലേ 210 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും? തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിലെ ടാന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അടുത്തത് 300 ഡിഗ്രിയിലെ കോട്ടിന്റെ വാല്യൂ. 300 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആദ്യം ഏത് ക്വാഡ്രന്റ് വരും നോക്കുക. 300 ഡിഗ്രി ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഓക്കെ, അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിലെ കോട്ടിന്റെ വാല്യൂ, ഫോർത്ത് ക്വാഡ്രന്റിലെ കോസും സിക്കും, സി അല്ലേ, സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിലെ കോസും സിക്കും ആണ് പോസിറ്റീവ്. അപ്പൊ കോട്ടിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ആംഗിൾ എടുത്താലും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഈ ASTC റൂള് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇതാണ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, ഡൊമൈൻ ആൻഡ് റേഞ്ച് നമ്മളിപ്പോ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. ഡൊമൈൻ ഇൻപുട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു അല്ലെ, സൈൻ തീറ്റ. ഇപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ എക്സ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ വാല്യൂ, നമ്മൾ എന്ത് തീറ്റ കൊടുത്താലും, ഇപ്പൊ സൈൻ π/6 കൊടുത്തു, നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഓക്കെ, സൈൻ π/3 കൊടുത്തു, നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ വാല്യൂ √3/2 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ സൈൻ π/4 കൊടുത്തു, സൈൻ π/4 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/√2 എന്ന് കിട്ടി. ഓക്കെ, സൈൻ 30, സൈൻ 60, സൈൻ 45 അല്ലെ? ഈ കൊടുക്കുന്ന ആംഗിൾ ഇല്ലേ, അതാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇൻപുട്ട് ഒരു ആംഗിൾ കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സൈൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് തന്നെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നതോ ഔട്ട്പുട്ട് വാല്യൂന്റെ എവിടം മുതൽ എവിടം വരെ അല്ലെ, അതിന്റെ റേഞ്ച്, ഔട്ട്പുട്ട് വാല്യൂ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എവിടം മുതൽ എവിടം വരെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് റേഞ്ചിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാ? സൈൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. നമുക്ക് ഈ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കാണണം. ഓക്കെ, നമുക്കത് ഒരു ടാബുലർ കോളത്തിലാക്കണം. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, ഇതില് ഡൊമൈന്, റേഞ്ച്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ തീറ്റ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഡൊമൈൻ എന്ന് പറഞ്ഞാല് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ അല്ലെ, നമുക്ക് ഏതൊക്കെ വാല്യൂ ആണ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പൊ സൈൻ തീറ്റ, അപ്പൊ തീറ്റയ്ക്ക് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത്? സൈൻ 0 കൊടുക്കാം, സൈൻ 1 കൊടുക്കാം, സൈൻ 20 കൊടുക്കാം, സൈൻ 700 കൊടുക്കാം അല്ലെ, സൈൻ 2000 കൊടുക്കാം. ഇങ്ങോട്ടോ പുറകോട്ടോ സൈൻ -500 കൊടുക്കാം അല്ലെ. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കാം? ഇൻപുട്ട് കൊടുക്കാം. മനസ്സിലായോ? ഇപ്പൊ സൈൻ തീറ്റ നമ്മളിപ്പോ പറഞ്ഞു എന്താ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് അല്ലെ. സൈൻ 90 ഈസ് ഈക്വൽ ടു എത്ര വന്നു? സൈൻ 90യുടെ വാല്യൂ 1 അല്ലെ. സൈൻ 360 ഈസ് ഈക്വൽ ടു എന്താണ്? 0. സൈൻ 720 ഈസ് ഈക്വൽ ടു എന്താണ്? 0 അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് നമ്മുടെ ഡൊമൈൻ അല്ലെ. ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? അപ്പൊ നമുക്ക്
സൈൻ തീറ്റയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? എനി റിയൽ നമ്പർ നമുക്ക് കൊടുക്കാമെന്ന് മനസ്സിലായി അല്ലെ? ഏത് നമ്പർ കൊടുത്താലും നമുക്ക് എന്താണ്, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ സൈൻ തീറ്റയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ. ആർ മീൻസ് എന്താണ്? എനി റിയൽ നമ്പർ. ഓക്കെ, ക്ലിയർ അല്ലേ? എനി റിയൽ നമ്പർ നമുക്ക് ഡൊമൈൻ ആയിട്ട് കൊടുക്കാം. റേഞ്ചോ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടു. സൈൻ തീറ്റയുടെ വാല്യൂ എവിടം മുതൽ എവിടം വരെയാ വരിക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് അല്ലെ? ഇപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ഈ എക്സിന്റെ വാല്യൂ എവിടം മുതൽ എവിടം വരെയാ വരുന്നത്? -1 മുതൽ 1 വരെ. ഓക്കെ, -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. -1 to 1 അല്ലെ? -1 to 1 ഇൻക്ലൂഡഡ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റ് ആണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. സോ റേഞ്ച് വിൽ ബി -1 to 1. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ കോസ് തീറ്റയുടെയോ? കോസ് തീറ്റയുടെ ഡൊമൈൻ എന്ത് വരും? കോസ് തീറ്റയുടെ ഡൊമൈനും 6 വരും. കോസ് തീറ്റയ്ക്ക് നമുക്ക് എന്ത് വാല്യൂ വേണേലും ഇൻപുട്ട് കൊടുക്കാം അല്ലെ? കോസ് 200, കോസ് 2000, കോസ് 0, ഏത് വാല്യൂ കൊടുക്കാനും നമുക്ക് പറ്റും. റേഞ്ച് എന്ത് വരും? കോസ് തീറ്റയുടെ റേഞ്ച് -1 to 1 വരും. ക്ലിയർ അല്ലേ? അടുത്തത് ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ റേഞ്ച് എന്ത് വരും? ടാൻ തീറ്റയുടെ റേഞ്ച് നമുക്ക് എല്ലാ വാല്യൂവും ടാൻ തീറ്റയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ടാൻ തീറ്റയ്ക്ക് നമുക്ക് എന്ത് വാല്യൂ വേണേലും കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലെ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. ഓക്കെ, എല്ലാ വാല്യൂ കൊടുക്കാൻ പറ്റും. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ആകാൻ പാടില്ല അല്ലെ? കോസ് തീറ്റയുടെ വാല്യൂ 0 ആയാൽ നോട്ട് ഡിഫൈൻഡ് ആയി പോയില്ലേ? നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കോസ് തീറ്റയുടെ വാല്യൂ 0 കിട്ടാത്ത എല്ലാ റിയൽ നമ്പറും നമുക്ക് കൊടുക്കാം. ഓക്കെ, കോസ് തീറ്റയുടെ വാല്യൂ അപ്പൊ ഏതിലൊക്കെയാ 0 കിട്ടുന്നത്? കോസ് തീറ്റ 0 കിട്ടണമെങ്കിൽ തീറ്റയുടെ വാല്യൂ ഏതൊക്കെയാ നമ്മൾ കണ്ടായിരുന്നു അല്ലെ? കോസ് 0 1, കോസ് 90 അല്ലെ? അതായത് π/2. കോസ് π/2യുടെ വാല്യൂ എന്താണ്? 0 ആയി. ഓക്കെ, അതേപോലെ തന്നെ കോസ് π/2 മാത്രം 0 ഉള്ളൂ. കോസ് തീറ്റയുടെ വരയ്ക്കുവാണെങ്കിലോ അതാണ്, ഇത് 1 0 -1 0 അല്ലെ? കോസ് 3π/2 എന്താണ്? 0 വന്നു അല്ലെ? കോസ് 3π/2 0 വന്നു. അപ്പൊ എന്താണ്? 3π/2 + π എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെത്തി? 5π/2. പിന്നെ പ്ലസ് π എന്ന് പറഞ്ഞാൽ 7π/2 അല്ലെ? ഇങ്ങനെ പോയി. ഈ വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഈ വാല്യൂസ് കൊടുത്താൽ എന്ത് സംഭവിച്ചു? ഈ തീറ്റയ്ക്ക് π/2, 3π/2, 5π/2 ഇങ്ങനെയുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തായി? കോസ് തീറ്റയുടെ വാല്യൂ 0 ആയി. സോ ടാൻ തീറ്റ നോട്ട് ഡിഫൈൻഡ് ആയി. ഓക്കെ, അപ്പൊ ഇതല്ലാത്ത ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എന്തായിട്ട് ഡൊമൈൻ ആണ്. ഓക്കെ, ഇത് π/2 മാത്രമേ ഉള്ളൂ നോക്കിയേ. നേരെ തിരിച്ച് നമുക്ക് പറയാം. നെഗറ്റീവ് ആംഗിൾസ് നമ്മൾ പഠിച്ചില്ലേ? നെഗറ്റീവ് ആംഗിൾസ് 0 ഇങ്ങോട്ട് മെഷർ ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ എന്താ? -π/2 ആണ്. -π/2 എന്ന് പറഞ്ഞാൽ എന്താ? 3π/2 അല്ലേ? ഓക്കെ, -3π/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? π/2 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? +or-π/2, +or-3π/2, +or-5π/2, +or-7π/2 ഇങ്ങനെയുള്ള വാല്യൂസിനൊന്നും കോസ് തീറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റയുടെ വാല്യൂ എന്ത് വരും? നോട്ട് ഡിഫൈൻഡ് വരും. സോ ഇതല്ലാത്ത ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും, ഇതല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയുടെ വാല്യൂ 0 കിട്ടാൻ പാടില്ല. അപ്പൊ എന്താണ്? തീറ്റയുടെ വാല്യൂ ഇതല്ലാത്ത ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതിനെ ജനറലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? 2n + 1 × π/2 എന്ന് കൊടുത്തു. വേർ എന്താണ്? n ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ. ഓക്കെ, സപ്പോസ് നോക്കിയേ, n-ന്റെ വാല്യൂ ഇൻറ്റിജർ ആണ്. ഏതൊക്കെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1, -2, -3, -4 ഇങ്ങോട്ട് പോകും. അതേപോലെ തന്നെ 0, 1, 2, 3, 4 അങ്ങോട്ട് പോകും. ഓക്കെ, ഏത് വാല്യൂ വേണേലും കൊടുക്കാം. സപ്പോസ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്തു. n-ന്റെ വാല്യൂ 0 കൊടുത്താൽ നമ്മുടെ വാല്യൂ എന്ത് കിട്ടി? π/2 കിട്ടി. n-ന്റെ വാല്യൂ 1 കൊടുത്താലോ 2 + 1 3π/2 കിട്ടി. n-ന്റെ വാല്യൂ 0 കൊടുത്താൽ π/2 കിട്ടി. n-ന്റെ വാല്യൂ 1 കൊടുത്താൽ 2 + 1 3π/2 കിട്ടി. n-ന്റെ വാല്യൂ 2 കൊടുത്താൽ 5π/2 കിട്ടി. ഓക്കെ, n-ന്റെ വാല്യൂ 3 കൊടുത്താലോ 6 7π/2 കിട്ടി. ഇപ്പൊ പോസിറ്റീവ് നമ്പർ കിട്ടി. അതേപോലെ തന്നെ n-ന്റെ വാല്യൂ -1 കൊടുത്താലോ -2 + 1 അല്ലെ? -2 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്?
-1 വരും, -π/2 കിട്ടി. ഓക്കെ, എന്നിന്റെ വാല്യൂ -2 കൊടുത്താലോ -3π/2 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ജനറൽ ആയിട്ട് ഇങ്ങനെ ഉള്ളതിനെ നമുക്ക് എന്താ എഴുതാം, ഈ രീതിയിൽ എഴുതാം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടാൻ തീറ്റയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എനി റിയൽ നമ്പർ എക്സെപ്റ്റ് ഏത് 2n+1 into π/2 where n belongs to എന്താണ്, ഇന്റിജർ. ഓക്കെ, r minus 2n+1 into π/2 where n belongs to ഇന്റിജർ. അതിന്റെ റേഞ്ച് എന്ത് വരും, ടാൻ തീറ്റയുടെ റേഞ്ച്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലെ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ -1നും 1നും ഇടയ്ക്കാണ്. പക്ഷെ ടാൻ തീറ്റയുടെയോ, ഇപ്പൊ സപ്പോസ് ഇത് 0 ഇത് 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് വന്നു, വാല്യൂ 0 വന്നു. ഇതെന്താണ്, ഇത് 1/2, ഇത് √3/2 ആണെന്ന് വിചാരിക്കാം. എന്ത് കിട്ടി, 1/√3 വന്നു. നേരെ തിരിച്ച് √3/2 1/2 ആണെന്ന് വിചാരിക്കാം. എന്ത് കിട്ടി, √3 കിട്ടി. ഓക്കെ, അപ്പൊ എന്ത് വാല്യൂ വേണമെങ്കിലും ടാൻ തീറ്റയ്ക്ക് വരാം. സോ റേഞ്ച് എന്താണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇനി റിയൽ നമ്പർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ടാൻ തീറ്റയുടെ വാല്യൂ ഏത് വേണേലും വരാം, 3, 20, 100 എന്നൊക്കെ ഏത് വാല്യൂ വേണമെങ്കിലും ടാൻ തീറ്റയ്ക്ക് വരാം. ഓക്കെ, പക്ഷെ സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും എന്താണ്, -1നും 1നും ഇടയ്ക്ക് മാത്രമേ വാല്യൂ വരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ടാൻ തീറ്റ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കോട്ട് തീറ്റ കാണാം. ഓക്കെ, സീക്കും കൊസീക്കും അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സീക്കും കൊസീക്കും പറയാം. കാരണം ടാനുമായിട്ട് റിലേറ്റഡ് ആണ് കോട്ടും കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/tan തീറ്റ ആണ് അല്ലെ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റ. അപ്പൊ എന്താണ്, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും. ഓക്കെ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും. നമ്മൾ എഴുതുമ്പോൾ കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും. ഡൊമൈൻ എഴുതുവാണെങ്കിലോ തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കാം, തീറ്റയ്ക്ക് എല്ലാ വാല്യൂയും കൊടുക്കാം എക്സെപ്റ്റ് എന്താണ്, സൈൻ തീറ്റയുടെ വാല്യൂ 0 ആകാൻ പാടില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ നോട്ട് ഡിഫൈൻഡ് വരും. അപ്പൊ സൈൻ തീറ്റയുടെ വാല്യൂ 0 വരുന്നത് ഏതൊക്കെയാ, 0 വരും, സൈൻ 0 അല്ലേ. പിന്നെയോ അടുത്തത് തീറ്റയുടെ വാല്യൂ എന്ത് വരും, സൈൻ പൈ അല്ലേ. പിന്നെയോ 360 2π. ഓക്കെ, 2π, അതേപോലെ 3π, അങ്ങനെ പോകും. ഇങ്ങനത്തെ ഉള്ള വാല്യൂസിൽ എന്താണ്, സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയി പോകും, നോട്ട് ഡിഫൈൻഡ് ആവും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആംഗിൾസ് കൂടി എടുക്കുകയാണല്ലോ, +or -π, +or -2π, +or -3π. ഇങ്ങനെയുള്ള വാല്യൂസിൽ എന്താണ്, സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയി. ഇത് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, nπ എന്ന് എഴുതാം അല്ലെ. nπ എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ എന്ത് കൊടുത്തു, എന്നിന്റെ വാല്യൂ 0 കൊടുത്താൽ 0, എന്നിന്റെ വാല്യൂ 1 കൊടുത്താൽ 1π, എന്നിന്റെ വാല്യൂ 2 കൊടുത്താൽ 2π, എന്നിന്റെ വാല്യൂ -1 കൊടുത്താൽ -π, എന്നിന്റെ വാല്യൂ -2 കൊടുത്താൽ -2π അല്ലെ. വേറെ n ബിലോങ്സ് ടു എന്താണ്, ഇന്റിജർ. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, കോട്ട് തീറ്റ അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എനി റിയൽ നമ്പർ എക്സെപ്റ്റ് ഏത്, nπ. ഓക്കെ, വേർ n ബിലോങ്സ് ടു z. ക്ലിയർ? അതിന്റെ എന്താണ് റേഞ്ച് എന്ത് വരും, കോട്ട് തീറ്റയുടെ റേഞ്ചും എനി റിയൽ നമ്പർ 1/tan തീറ്റ അല്ലേ. അപ്പൊ എനി റിയൽ നമ്പർ തന്നെ കോട്ട് തീറ്റയുടെ റേഞ്ച് വരും. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് കൊസീക് തീറ്റ. കൊസീക് തീറ്റയില് എന്താണ്, കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, 1/sin തീറ്റ അല്ലേ. കൊസീക് തീറ്റ 1/sin തീറ്റ. ഓക്കെ, ഇത് മായ്ച്ചോളെ. Cosec theta is equal to 1/sin theta. ഡൊമൈൻ എന്ത് പറ്റും, എല്ലാ വാല്യൂം കൊടുക്കാൻ പറ്റുമോ, എല്ലാ വാല്യൂം കൊടുക്കാം. പക്ഷെ എന്താണ്, സൈൻ തീറ്റയുടെ വാല്യൂ എന്താവാൻ പാടില്ല, 0 ആകാൻ പാടില്ല. സൈൻ തീറ്റയുടെ വാല്യൂ 0 ആകുന്ന കേസ് നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്തു അല്ലെ. 0 +or -π +or -2π. നമുക്ക് എങ്ങനെ എഴുതാം, ജനറൽ ആയിട്ട് nπ എഴുതാം, വേർ n ബിലോങ്സ് ടു z ഇന്റിജർ. ഓക്കെ, അപ്പൊ എന്താണ്, കൊസീക് തീറ്റയുടെ റേഞ്ച് അല്ല ഡൊമൈൻ എനി റിയൽ നമ്പർ എക്സെപ്റ്റ്
എന്താണ് n പൈ വേർ n ബിലോങ്സ് ടു z. ഓക്കെ, അതിന്റെ റേഞ്ച് എവിടെ വരും? 1/sin ആണ്, 1/sin θ ആണ് cosec θ. അപ്പൊ sin θയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരിക? -1 to 1 വരിക അല്ലെ? അതായത് എന്താണ്, ഒന്നെങ്കിൽ -1 അല്ലെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമ്പർ ലൈനിൽ നോക്കുവാണെങ്കിൽ ഇത് -1 ഇത് 1 അല്ല, ഇത് 0. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതാ മാത്രമാണ് സൈൻ തീറ്റയുടെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നത് അല്ലെ? സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 to 1 വരെ പറ്റുള്ളൂ. ഓക്കെ, എവിടെ വരെ വരും? സപ്പോസ് -1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട് അല്ലെ? 0ക്കും 1നും ഇടയ്ക്ക് അല്ലെങ്കിൽ 0ക്കും -1നും ഇടയ്ക്കുള്ള വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പൊ 1/sin θ എന്ന് പറയുമ്പോഴത്തേക്കോ 1 ഫ്രാക്ഷൻ അല്ലെ? അത് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നേരെ ഒന്നെങ്കിൽ 1ന് മുകളിലേക്ക് വരും, ഇങ്ങോട്ടാണ് നെഗറ്റീവ് ആണെങ്കിലോ -1ന് താഴേക്ക് വരും. മനസ്സിലായോ? അതായത് സൈൻ തീറ്റയുടെ വാല്യൂ -1 to 1 ആണ് വരുന്നത് അല്ലെ? -1 to 1 സപ്പോസ് 0 to 1 ആണെന്ന് വിചാരിക്കുക. സൈൻ തീറ്റയുടെ വാല്യൂ 0 to 1 ആണെങ്കിൽ, അതായത് ഫ്രാക്ഷൻ 1/2 1/3 1/4 അങ്ങനെയുള്ള ആ വാല്യൂ അല്ലേ വരുന്നേ? അതിന്റെ ഇൻവേഴ്സ് വരും. അതിന്റെ റെസിപ്രോക്കൽ വരുമ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ റെസിപ്രോക്കൽ 1/3ന്റെ റെസിപ്രോക്കൽ സൈൻ തീറ്റ 1/3 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ത് വന്നു? 3 വന്നു. സൈൻ തീറ്റ 1/100 ആണെന്ന് വിചാരിക്കുക. 1/100 ആണെങ്കിൽ റെസിപ്രോക്കൽ 100 വന്നു. ഓക്കെ, അപ്പൊ കൊസീക് തീറ്റയുടെ വാല്യൂ എന്താണ്? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരിക? സൈൻ തീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ എന്ത് വരും? 1 വരും അല്ലെ? സൈൻ തീറ്റ വാല്യൂ 1 ആണെങ്കിൽ കൊസീക് തീറ്റയുടെ വാല്യൂ 1 വരും. 1നെക്കാളും താഴെയാണ് 0 to 1 വേറെ ഇടയ്ക്കാണെങ്കിലോ 1/50 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? കൊസീക് തീറ്റയുടെ വാല്യൂ 50 വരും. 1/2 ആണെങ്കിൽ 2 വരും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? കൊസീക് തീറ്റയുടെ വാല്യൂ -1നെക്കാളും അപ്പുറത്തേക്ക് വന്നു. 0 to 1 എങ്ങനെ വന്നാലും ആകൂല. 1 എന്നുള്ള വാല്യൂ ആകും, പക്ഷെ 0 to 1ന് തൊട്ട് മുമ്പത്തെ നമ്പർ എങ്ങനെ വന്നാലും കിട്ടൂല. ഓക്കെ, സിമിലർലി നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരും അല്ലെ? നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവിന്റെ ഇപ്പുറത്തേക്ക് വരും. -1 സൈൻ തീറ്റയുടെ വാല്യൂ -1 ആണെങ്കിലോ 1/-1 -1 വന്നു കൊസീക് തീറ്റയുടെ വാല്യൂ. ഓക്കെ, അതിനേക്കാളും -1 to 0ന്റെ ഇടയ്ക്കാണെങ്കിലോ -1/3 ആണെങ്കിലോ കൊസീക് തീറ്റയുടെ വാല്യൂ -3 വന്നു അല്ലെ? അപ്പൊ കൊസീക് തീറ്റയുടെ വാല്യൂ എന്താണ്? -∞ മുതൽ -1 വരെ വരും. അതേപോലെ തന്നെ 1 to ∞ വരും. ക്ലിയർ? അപ്പൊ എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്? നമുക്ക് എങ്ങനെ എഴുതാം? -∞ to 1 -1 സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ കാരണം എന്താ? -1 അവിടെ ഇൻക്ലൂഡഡ് ആണ്. സോ -∞ to -1 യൂണിയൻ എന്ത് വന്നു? 1 to ∞. 1 to കോമയാണ് 1 to ∞. ഓക്കെ, -1 to ∞. -∞ to -1 യൂണിയൻ 1 to ∞ വരും. ഇത് വേറെ രീതിയിൽ എഴുതാം. എന്താ എഴുതാം? എനി റിയൽ നമ്പർ എക്സെപ്റ്റ് എന്ത്? -1 to 1. ഓക്കെ, എനി റിയൽ നമ്പർ എക്സെപ്റ്റ് -1 to 1. അപ്പൊ -1 to 1 അല്ലാത്ത ബാക്കി എല്ലാ റിയൽ നമ്പറും പറ്റും. പക്ഷെ ഈ -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തത്. ക്ലിയർ ആയോ? ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് കൊടുത്തിരുന്നെങ്കിലോ, ഇവിടെ -1 to 1 ആണ് കൊടുത്തിരുന്നെങ്കിലോ, ഈ 1ഉം -1ഉം ഇൻക്ലൂഡഡ് അല്ലാത്ത എല്ലാ റിയൽ നമ്പറും ആണ് റേഞ്ച് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്താണ്? നമുക്ക് -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണല്ലോ. സോ നമ്മുടെ എന്താണ്? ഇതായിരിക്കും നമ്മുടെ കിട്ടേണ്ട റേഞ്ച്. സോ R-1 to 1 എന്ന് പറയാം, അല്ലെങ്കിൽ -∞ to -1 യൂണിയൻ 1 to ∞ എന്ന് പറയാം. ഓക്കെ, സിമിലർലി സീക്ക് തീറ്റയുടെ ഡൊമൈൻ എന്ത് വരും? സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos θ എന്ന് പറയാം അല്ലെ? 1/cos θ. അപ്പൊ cos θക്ക് എന്താണ് കിട്ടാൻ? 0 ആകാൻ പാടില്ല. cos θ 0 ആവാത്ത ജനറലൈസ് ചെയ്ത് നമ്മൾ എവിടെ എഴുതി? നമ്മൾ ടാൻ തീറ്റയിൽ എഴുതി അല്ലെ? അപ്പൊ നമുക്ക് അതേപോലെ തന്നെ സീക്ക് തീറ്റയുടെ എന്ത് വന്നു? R-2n + 1 into π/2 where
n ബിലോങ്സ് ടു z. അതിന്റെ റേഞ്ച് എന്ത് വന്നു? റേഞ്ച് ഇവിടെ കിട്ടി. ഇവിടെ എന്താണ് 1/sin തീറ്റയുടെ റേഞ്ച് കണ്ടില്ലേ? കൊസീക് തീറ്റയുടെ റേഞ്ച് കണ്ടില്ലേ? കൊസീക് തീറ്റയുടെ അതേ രീതിയിൽ തന്നെയല്ലേ കോസ് തീറ്റയും, അതായത് സൈൻ തീറ്റയുടെ അതേ രീതിയിൽ തന്നെയല്ലേ കോസ് തീറ്റയും ആക്ട് ചെയ്യുന്നത്. കാരണം -1 to 1 ആണ് സൈൻ തീറ്റയുടെ കോസ് തീറ്റയുടെ റേഞ്ച്. സോ കൊസീക് തീറ്റയുടെ സീക് തീറ്റയുടെ എന്ത് വരും? -∞ to -1 യൂണിയൻ 1 to ∞ വരും. ക്ലിയർ? സോ നമ്മളിപ്പോ എന്ത് കണ്ടു? ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് കണ്ടു. സോ ഇന്ന് പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് കുറേ കാര്യങ്ങളാണ്. നമ്മൾ ക്വാഡ്രന്റ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ASTC ഓർമ്മയില്ല? ഫസ്റ്റ് ക്വാഡ്രന്റ് എ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റ് ടാൻ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റ് കോസ് പോസിറ്റീവ്, ASTC. ഓക്കെ, അപ്പോൾ സൈൻ ആണെങ്കിൽ സിമിലർലി കൊസീക്കും പോസിറ്റീവ്, കോസ് ആണെങ്കിൽ സീക്കും പോസിറ്റീവ്. ഓക്കെ, അങ്ങനെ ഉള്ള സാധനം പഠിച്ചു. അതേപോലെ തന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എവിടം വരെ പോകാം, മിനിമം വാല്യൂ എവിടം വരെ ആകാം, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? സൈൻ തീറ്റയ്ക്ക് കൊടുക്കുന്ന വാല്യൂ, ഏത് വാല്യൂ കൊടുക്കാം, ഏത് വാല്യൂ വേണേലും കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. സിമിലർലി കോസ് തീറ്റയുടെ ഡൊമൈൻ ആൻഡ് റേഞ്ച്, ടാൻ തീറ്റയുടെ ഡൊമൈൻ ആൻഡ് റേഞ്ച്, കൊസീക്ക് സീക്ക് കോട്ട് എല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ഒരു ടോപ്പിക്കാണ്. ഇത് പഠിക്കുക. ഇത് വെച്ചിട്ടാണ് ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഈ റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിന്റെ കുറച്ച് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ഞാനത് നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങൾക്ക് കോസ് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതിയെടുത്ത് അത് പഠിക്കുക. ഓക്കെ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ടിൽ ദെൻ ബൈ ബൈ.